ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും പാടെ കോളേജിൻ്റെ സമയത്ത് ആൾക്കാരൊക്കെ പള്ളിക്ക് പോണ സമയത്ത് പൊതുവെ ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് അവരിങ്ങനെ ചേർന്ന് നിന്ന് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാനത് നേർക്കുനേരെ കാണുക. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പയ്യനെ പുറത്തിരുത്തി ഈ പെൺകുട്ടിനോട് വളരെ സ്നേഹത്തിൽ, സാധാരണ പ്രേമത്തിൽ കുടുങ്ങുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്ന സ്ഥിരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു. അപ്പോൾ കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, അവൾ കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അവൾക്ക് ഇവനെ വിടുമ്പുണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതിനൊരു കരച്ചിലുണ്ട്. പ്രേമം നമ്മൾ വിഡ്രോ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഇടങ്ങേറ് വരും, അപ്പോൾ ആ കരച്ചിലല്ല അവൾ കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നീ കരഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും സാറേ ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ആൺകുട്ടിൻ്റെ കൂടെ പോണ തെറ്റല്ലേ, അതൊക്കെ ഇപ്പോൾ ഇവർക്ക് ബോധമല്ലേ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവൾ പോയിട്ട് പിറ്റേന്ന് വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചിട്ട് അവളോട് ഞാൻ പറഞ്ഞു, ഇന്നലെ അവൻ നിനക്ക് മെസ്സേജ് അയച്ചു ഉമ്മൻ്റെ ഫോണൊക്കെ, പക്ഷേ ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല. എന്തുകൊണ്ട് നീ റിപ്ലൈ കൊടുത്തില്ല? അപ്പോൾ പറഞ്ഞാൽ സാർ ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു, അത് തെറ്റാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കൂ, ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല. സുഹൃത്തുക്കളൊക്കെ ആലോചിക്കണം, അവർ നിന്നാ നൃത്തം എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മടിയിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളോട് നമ്മളിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിറ്റേന്നൊക്കെ ആ മനസ്സ് മാറണമെങ്കിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വന്തം ഏറ്റെടുക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിയിട്ടുണ്ട്, അവർക്ക് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ പ്രവാസ ജീവിതത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം മക്കൾക്ക് ഫീസായി നാട്ടിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ സുഹൃത്തുക്കൾ, ഒരു അരമണിക്കൂർ നേരം നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ പുറത്തിറങ്ങിയാൽ മറ്റൊരുത്തൻ അവളോടൊപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിന് വരും. അപ്പോൾ ഒരു അന്യ ആണിനോട് പാലിക്കേണ്ട അകലത്തെക്കുറിച്ച് പറയാൻ, ഒരു പ്രേമത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറയാൻ ഒരവസരം നമ്മുടെ കുട്ടികൾക്കുണ്ടായോ എന്ന് നമ്മൾ ആലോചിക്കണം.